ദൃശ്യം 3 ത്രില്ലേഴ്സിലെ OG ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ദൃശ്യം 3 കണ്ടുവന്നിരിക്കുകയാണ്. ദ ക്ലാസിക് ക്രിമിനൽ OG ജോർജ് കുട്ടി 4ാം ക്ലാസ്സുകാരൻ ഈസ് ബാക്ക്. സോ ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് ഡയറക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ സിനിമ കാണാത്തവര് സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു ഗ്യാപ്പ് എടുക്കുക, ഒരു ഇമോഷണൽ ഡ്രാമ കാണുന്ന ഒരു മൈൻഡ് സെറ്റിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കാണാം. നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണ എല്ലാ സംഭവവും ഈ പടത്തിൽ ഇരിക്കും. എസ്പെഷ്യലി സംഭവം ഇருக்கு. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സോ നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ടു ദ ബെസ്റ്റ് ഇൻ ഇന്ത്യൻ സിനിമ, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ വേൾഡ് സിനിമ. ഹാപ്പി ബർത്ത്ഡേ ടു യു ലാലേട്ട. ഐ ലവ് യു സോ മച്ച്, സോ മച്ച്. സോ കേരള പോലീസിനോടാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ജീത്തു ജോസഫിനെതിരെ കേസ് എടുക്കണം. നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനും ഇങ്ങനെയൊന്നും ആലോചിക്കാൻ പറ്റില്ല. ദിസ് ഗായ് ഇസ് ദ റിയൽ ക്ലാസിക് ക്രിമിനൽ. ജോർജ് കുട്ടി ഒന്നല്ല, ജീത്തു ജോസഫ് ആണ് ക്ലാസിക് ക്രിമിനൽ. അങ്ങേർക്കെതിരെ എത്രയും പെട്ടെന്ന് കേസ് എടുക്കണം. അങ്ങേരുടെ പാസ്റ്റ് ഹിസ്റ്ററി ഒന്ന് ചെകഞ്ഞ് നോക്കിയാൽ മതി. ഇങ്ങനെ എന്തായാലും കൊലപാതകം ചെയ്തിട്ടുണ്ടാവും. അല്ലാത്ത നോർമൽ ആയിട്ടൊരു മനുഷ്യന് ഇങ്ങനെ എഴുതാനോ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാനോ പറ്റില്ല. ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. സോ ഈ സിനിമ എനിക്ക് ആദ്യമൊക്കെ ഒരു ആവറേജ് അങ്ങനത്തെ ഒരു ഫീലാണ് തന്നത്. ഇവര് ക്യാരക്ടർ ഇങ്ങനെ മെല്ലെ ബിൽഡ് ചെയ്ത് ആർക്ക് സെറ്റ് ചെയ്ത് അവസാനം ഒരു കത്തിക്കലുണ്ട് മോനെ. തരിച്ചിരുന്നു. ആൻഡ് ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഓയ്യോ, എനിക്ക് ആ പോർഷനിലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ മറക്കില്ല. കാരണം ദൃശ്യം 1 ഞാൻ തിയേറ്ററിൽ കണ്ടതല്ല, 2 ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. സോ ദൃശ്യം ഫ്രാഞ്ചൈസിലെ എന്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ദാറ്റ് വാസ് വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിനിമ. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. കംപ്ലീറ്റ് തിയേറ്റർ അങ്ങനെ ഞെട്ടിപ്പോയി. എന്താണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. സോ പിന്നീട് പയ്യെ യൂഷ്വൽ ദൃശ്യം മോഡൽ തന്നെയാണ്. കുറച്ച് ലാഗ് ഉണ്ട്. അതിന്റെ ഇടയിൽ മെല്ലെ ബിൽഡ് ചെയ്ത് ആർക്ക് ബിൽഡ് ചെയ്ത് ടെൻഷൻ അടുപ്പിച്ച്. സോ ദൃശ്യം 1ഉം 2ഉം കണ്ടോണ്ട് തന്നെ ഒരു സാധാരണ ഒരു ഫോൺ കോൾ വരാണ്. ജോർജ് കുട്ടി ചായ കുടിച്ചോ അങ്ങനെ ചോദിക്കാൻ ഒരു ഫോൺ കോൾ വരുമ്പോ തന്നെ എല്ലാവർക്കും ടെൻഷൻ കയറാണ്. ടെൻഷൻ ബിൽഡ് ചെയ്ത് ഇന്റർവെല്ലിന് ആദ്യത്തെ അടി കിട്ടി. ആദ്യത്തെ ഒരു ഹൈ മൊമെന്റ് ഇന്റർവെല്ലിന് കിട്ടി. ആൻഡ് അതിന്റെ മുന്നിൽ ഒരു സീൻ ഉണ്ട്. ആ സീൻ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഹൊറർ പടം കണ്ടിട്ട് പോലും ഇങ്ങനെ പേടിച്ചിട്ടില്ല. ഇന്നലെ ഒരു അപരാധം ഞാൻ കണ്ടിട്ടായിരുന്നു. കംപ്ലീറ്റ് തിയേറ്റർ ഞെട്ടി. ഒരു ഹൊറർ പടം കാണുമ്പോൾ കിട്ടുന്നേക്കുള്ള അടിപൊളി ഫീലിംഗ് ആണ് ആ ഒരു സീനിൽ എനിക്ക് കിട്ടിയത്. ദാറ്റ് വാസ് വെരി നൈസ്. ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ലാഗ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം വലിപ്പിക്കലുണ്ട്, കല്യാണം പറഞ്ഞിട്ട്. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ എനിക്കറിയാം അവസാനം എന്തായാലും കത്തിക്കലുണ്ടാവും. സ്റ്റിൽ ഞാൻ എക്സ്പെക്ടേഷൻ ഭയങ്കര കമ്മിയാക്കി വെച്ചു. എഗെയിൻ കല്യാണം പരിപാടി പറഞ്ഞിട്ട് ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ആരാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കൈ കിട്ടിയ കൊടുവാൾ വെച്ച് വെട്ടി നുറുക്കി കൊല്ലാൻ തോന്നും. ആജാതി കിടു പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായിട്ട് ആളുടെ പെർഫോമൻസ്. ടുവേർഡ്സ് എൻഡ് ആവുന്ന സമയത്ത് അത്രയും നേരം ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സാധനം ഒരു കേറ്റം കയറിയുണ്ട്. എണ്ണി വെച്ചോ തൂക്കും, സകലമാന റെക്കോർഡ് എണ്ണി വെച്ചോ, എല്ലാം വിടാതെ ഓരോന്നോരോന്നായി തൂക്കും. ആജാതി സാധനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കിപ്പോ ജീത്തു ജോസഫ് പടങ്ങളിൽ ഒന്നാമതേ പ്രതീക്ഷയില്ല. സിംഗേരുടെ മിറാഷ് ആയാലും അതേപോലെ തന്നെ വലതുവശത്തെ കള്ളനായാലും ഒട്ടും എനിക്ക് ഇഷ്ടാവാത്ത സിനിമയാണ്. പക്ഷെ ഇതിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജീത്തു ജോസഫ്. റൈറ്റർ ജീത്തു ജോസഫ് വോണ്ട് ഡിസപ്പോയിന്റ്. അതെനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത് ദൃശ്യം 3 അവസാനിക്കുന്നു. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇത് ദൃശ്യം 3 അവസാനിക്കുന്നു. പക്ഷെ മുമ്പുള്ള ആ ദൃശ്യത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നല്ല രസത്തിൽ പയ്യെ പോണ സിനിമ അവസാനം തന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് മോനെ. ഐ എം ലിറ്ററലി ഷോർട്ട് ഓഫ് വേർഡ്സ്. സോ ഈ സിനിമയിൽ എന്റെ കണ്ണ് മൊത്തം പോയത് ഒരൊറ്റ മനുഷ്യനിലാണ്, മോഹൻലാൽ. ആരൊക്കെ അഭിനയിച്ചോ എന്റെ കണ്ണ് മൊത്തം അങ്ങേരിലാണ് പോയത്. അങ്ങേര് സട്ടിലായിട്ടുള്ള ചില സാധനം അങ്ങേരുടെ പെർഫോമൻസും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മോഹൻലാൽ ഈസ് മോഹൻലാൽ. മോഹൻലാൽ 1000 ഫ്ലോപ്പ് തന്നോ 1001 ഫ്ലോപ്പ് തന്നോ, മോഹൻലാൽ ഈസ് മോഹൻലാൽ. അതൊന്നും മാറാൻ പോണില്ല. അങ്ങേരെ 7000 പെർഫോം ചെയ്യാനുള്ള കഴിവൊന്നും ആർക്കും ഇല്ല. ഗോഡ്സ് ഗിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഗിഫ്റ്റഡ് ആക്ടറാണ് ലാലേട്ടൻ. നമ്മളൊക്കെ ലാലേട്ടന്റെ ഈ ഒരു ഇറയിലാണ് ജീവിക്കുന്നത് പറയാൻ തന്നെ ദാറ്റ്സ് ആക്ച്വലി അഭിമാൻ.
രാംരാജിന്റെ അഡ്വർടൈസ്മെന്റ് അഭിമാനമുണ്ട്. ലാലേട്ടനും മീനിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് അത്യാവശ്യം രസമുണ്ടായിരുന്നു. രസം യൂഷ്വലി ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ. ആൻഡ് ഇതിൽ എനിക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് മിസ്കാസ്റ്റ് ആയി തോന്നിയത് വീണ നന്ദകുമാറിന്റെ ഒരു ക്യാരക്ടറാണ്. ലിറ്ററലി ഒരു മെഴുക് പ്രതിമ തോറ്റുപോണ രീതിയിലാണ് കൊച്ചിന്റെ ഡയലോഗ് ഡെലിവറിയും എക്സ്പ്രഷൻസും. എനിക്കിത് ഔട്ട് ആൻഡ് ഔട്ട് മിസ്കാസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. വേറെ ആരാണെങ്കിലും തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. ഈ കൊച്ചെന്നെയാണ് കെട്ടിയോളാന്റെ മാലാഖിയിൽ അഭിനയിച്ച് അൺബിലീവബിൾ. പിന്നെ ആളുടെ 2 മക്കളുണ്ട്. ദൃശ്യം വരുമ്പോൾ മാത്രമേ ഇവരെ സ്ക്രീനിൽ കാണാറുള്ളൂ. എസ്തർ അടിപൊളിയായിരുന്നു. ആള് കൗണ്ടറൊക്കെ അടിക്കലും ഈ മറ്റേ ഭയങ്കര നോട്ടി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നന്നായിട്ട് തന്നെ ആള് ചെയ്തിട്ടുണ്ട്. അൻസിബയ്ക്കൊന്നും വലുതായി പെർഫോം ചെയ്യാനില്ല. ടുവേർഡ്സ് ദ എൻഡ് വി ക്യാൻ സീ ദ ആക്ടർ മോഹൻലാൽ. തുടരുമിലാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്ന അവസാനം. ഇതിൽ അതേപോലെ ഉണ്ട്. ഇത് അടുത്ത കാലത്തൊന്നും തീരുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിന് ദൃശ്യം 3 ദൃശ്യം 1 തന്നെ ഒരു പ്രോപ്പർ എൻഡിങ് ആണ്. ദൃശ്യം 2 അത് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. യു കാൺ ബ്ലെയിം. OTT റിലീസ് ആൻഡ് ദാറ്റ് വാസ് എ നൈസ് ഫിലിം. പിന്നെ ദൃശ്യം 3 ദാറ്റ് ഒരു ഇമോഷണൽ ഡ്രാമ. ദൃശ്യം ഫ്രാഞ്ചൈസ് വന്നാൽ തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ട്വിസ്റ്റ് ടേൺസ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇമോഷണൽ ഡ്രാമ കൊണ്ടുവന്നിട്ട് ഈ ഫ്രാഞ്ചൈസിന്റെ പേര് കളയണോ? അതായിരുന്നു എന്റെ ഒരു ക്വസ്റ്റ്യൻ. എനിക്കുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. ദാറ്റ് വാസ് ആക്ച്വൽ ക്വസ്റ്റ്യൻ മാർക്ക്. അണ്ണൻ ഇമോഷണൽ ഡ്രാമ നാട്ടുകാരെ പറ്റിക്കുകയാണ്. അണ്ണൻ നിങ്ങൾ കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കരുത്. ഇമോഷണൽ ഡ്രാമയാണ് വേണ്ടി. ഇതിൽ എവിടെ ഇമോഷണൽ ഡ്രാമ? നിങ്ങൾ എന്താ എടുത്തു വെച്ചിരിക്കുന്നത്? ട്വിസ്റ്റ് വേണ്ട അവിടെ ട്വിസ്റ്റ് ഉണ്ട്, ഹൈ മൊമെന്റ് വേണ്ട അവിടെ ഹൈ മൊമെന്റ് ഉണ്ട്, ലാഗ് വേണ്ട അവിടെ ലാഗ് ഉണ്ട്. എന്നെ വെറുപ്പിക്കുന്ന സീൻസ് ആയിട്ടൊന്നും തോന്നിയില്ല. ഇതിൽ അഭിനയിച്ച എല്ലാവരും എക്സെപ്റ്റ് വീണ നന്ദകുമാർ വാസ് നൈസ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനോ കംപ്ലീറ്റ് ക്രൗഡഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ടുവേർഡ്സ് എൻഡ് ഒക്കെ കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട് മോനെ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മറ്റേ ഹാപ്പി ജാമിൽ പറയുന്ന പോലെയാണ്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റും. ഞാനിപ്പോ മാനത്ത് വലിഞ്ഞു കയറും. സോ ടു മീ ദൃശ്യം 3 is a very nice film. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ ഡ്രാമ കാണുന്ന രീതിയിൽ പോയി കാണാൻ യു വിൽ ബി സാറ്റിസ്ഫൈഡ് എന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ദൃശ്യം 3 is in theaters near you.